എടോ, നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടി ആയിക്കോട്ടെ, നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സോ അല്ലെങ്കിൽ നോർമൽ ഫ്രണ്ടിന് വേണ്ടി ആയിക്കോട്ടെ, നമ്മുടെ സിബ്ലിങ്സിന് വേണ്ടി ആയിക്കോട്ടെ, ആർക്ക് വേണ്ടി ആയാലും നമ്മൾ നമ്മുടെ ഏറ്റവും വിലപ്പെട്ട പല സാധനങ്ങളും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അതിൽ കുറച്ച് സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്നേഹം, നമ്മുടെ സമയം. ഏറ്റവും വിലപ്പെട്ട സമയം. കാരണം പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല. സ്നേഹം പിന്നെയും കിട്ടും, കെയറിങ് പിന്നെയും കിട്ടും, എല്ലാം നമുക്ക് കിട്ടും. എന്നാൽ സമയം നമുക്ക് കിട്ടത്തില്ല. എന്നാൽ നമ്മളൊരു വ്യക്തിക്ക് വേണ്ടി, ആ ഫ്രണ്ട് ആയിക്കോട്ടെ, നമ്മുടെ പാർട്ട്ണർ ആയിക്കോട്ടെ, നമ്മുടെ സിബ്ലിങ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മറ്റു ആൾക്കാരായിക്കോട്ടെ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ അതിൽ നിന്ന് റിട്ടേൺ ഉറപ്പായിട്ട് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പ്രതീക്ഷിക്കും, അല്ലേ? അഥവാ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വിഷമിക്കും. ഞാൻ നിനക്ക് വേണ്ടി ഇത്രയൊക്കെ നിന്നതല്ലേ, ചെയ്തതല്ലേ, പറഞ്ഞതല്ലേ, കൊടുത്തതല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ കംപ്ലയിൻസ് പറയും. നമ്മൾ ഇതിന് ഓർത്ത് വിഷമിക്കും, കരയും ഒക്കെ ചെയ്യും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാതിരിക്കുക, ഇങ്ങനൊരു അവസ്ഥ നമുക്ക് ഉണ്ടാവാതിരിക്കുക, കഴിവതും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടേ ചെയ്തോ. കാരണം നമ്മുടെ ഒരു പേഴ്സണാലിറ്റി നമ്മൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തോ, വേണ്ടാന്ന് ഞാൻ പറയത്തില്ല. എന്നാൽ അത് തിരിച്ച് കിട്ടുമെന്ന ഉറപ്പും കൂടെ വേണം. റിട്ടേൺ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കഴിവ് നമ്മളൊരു ബാങ്കിൽ പോയാൽ പോലും നമ്മുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ റിട്ടേൺസ് ഇല്ലെങ്കിൽ നമ്മൾ ആ ബാങ്ക് ഇൻവെസ്റ്റ് ചെയ്യാതെ ഇരിക്കത്തും, അല്ലേ? വേറൊരു ബാങ്കിൽ എവിടെ റിട്ടേൺസ് കിട്ടുന്നു അവിടെ നമ്മൾ നോക്കും, അല്ലേ? അതൊരു വ്യക്തിയായാലും സെയിം ആണ്. അപ്പൊ കഴിവതും അങ്ങനെയുള്ളവരെ കൂടെ കൂട്ടി റിട്ടേൺസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കാതെ അങ്ങനെയുള്ളവരെ കഴിവതും ഒരു ഡിസ്റ്റൻസ് ഇട്ട് ഗ്യാപ്പ് ഇട്ട് നിർത്തുക. അതായിരിക്കും നല്ലത്. അവരെങ്ങനെ നിൽക്കുന്നു അതുപോലെ നമ്മൾ നിന്ന് കൊടുക്കുക. അത്രേ ഉള്ളൂ.